ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിപ്റ്റോളജിസ്റ്റ്. മല്ലു ക്രിപ്റ്റോളജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് ആണ്. കുറേ ആൾക്കാരെ എന്നോട് ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത്, ഇത് റിയൽ ആണോ, നല്ലതാണോ, പൊട്ടയാണോ എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട്. സോ എൻ്റെ ഒരു ടേക്ക് ഇതിലുള്ളത് ഞാൻ പറയാം. ഇതൊരു കോപ്പി കാറ്റ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റെന്ന് ഞാനിത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അത് തുറന്ന് പറയാൻ, ഞാൻ ഇതുവരെ ഇത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് നോട്ട് കോയിൻ. സോ ഏറ്റവും ആദ്യം ലോഞ്ച് ആയത് നോട്ട് കോയിൻ ആണ്. നോട്ട് കോയിൻ എന്ന് പറയുന്നത് ടെലഗ്രാമിൽ, ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇതേപോലെ ആളുകൾ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ നമുക്ക് എന്ത് കിട്ടും, നോട്ട് കോയിൻസ് ഇതേപോലെ മുകളിൽ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ റണ്ണായിട്ട് കൂടിക്കൊണ്ടിരിക്കും. സോ അത് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കത് വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അത് വളരെ നല്ലൊരു സാധനമായിരുന്നു. അതേപോലെ തന്നെ വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ്. അതായത് ടെലഗ്രാമിൻ്റെ ഫൗണ്ടറാണ്, അതിനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ആ ഒരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. അവരുടെ ഇപ്പോൾ നോട്ട് കോയിൻ്റെ പോലും നമ്മുടെ ഫോളോവേഴ്സും ഒക്കെ ആണെങ്കിൽ 1.8 മില്യൺ ആണ്. പക്ഷേ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ ഏകദേശം 9 മില്യൻ്റെ മുകളിലാണ് അവരുടെ ഫോളോവേഴ്സൊക്കെ ഉള്ളത്. സോ അവർ നല്ലൊരു സ്ട്രോങ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇത് ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാൻ പോകുന്നത്. സോ ഇതൊരു കോപ്പി കാറ്റ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം കിട്ടിയ നോട്ട് കോയിന് കിട്ടിയ ഒരു ഇമ്പാക്റ്റ് ഇതിന് കിട്ടുമെന്നുള്ളത് ഉറപ്പില്ല. അതുപോലെ തന്നെ വളരെയധികം റെഡ് ഫ്ലാഗ് ഞാൻ പല വീഡിയോസും കണ്ടു. ഇതൊരു റഷ്യൻ ടീമിൻ്റെയാണ്, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കെ ഞാനതൊരിക്കലും നമ്മൾ യൂസ് ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നോട്ട് കോയിൻ ഇത് എങ്ങനെ നല്ല രീതിക്ക് നോട്ട് കോയിൻ ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയാം. നോട്ട് കോയിൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ആയിരുന്നു. അതേപോലെ നിങ്ങൾക്കത് മൈൻ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. എനിക്ക് ഏകദേശം 27,589 നോട്ട് കോയിനാണ് അവസാനം ലഭിച്ചത്. ഇതിൻ്റെ ഇന്നത്തെ പ്രൈസ് എന്ന് പറയുന്നത് 27,587, ഏകദേശം $400 ഇതിൻ്റെ ഏകദേശം പ്രൈസ് എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രൈസ് ഞാനത് സെല്ല് ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടിയപ്പോൾ $600 ഉണ്ടായിരുന്നു. ഇപ്പോൾ $400. ഇപ്പോൾ എന്താ പറയുക, ഇത് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളൊരു ഗെയിമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമൊന്നുമല്ല. ആളുകൾ അതായത് ഇതൊരു ഡിസ്ട്രിബ്യൂഷൻ ഗെയിമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നു, അത്രയും ആൾക്കാരുടെ ആ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. ഇതൊരു നെറ്റ്വർക്ക് എഫക്റ്റാണ്. നമ്മൾ കൂടുതൽ പേരെ റെഫർ ചെയ്യുന്നു, എനിക്ക് കുറേ പോയിൻ്റ് കിട്ടുന്നു. ഇത് നോട്ട് കോയിൻ വളരെ സക്സസ്ഫുള്ളായി ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോഴാണ് ബാക്കി എല്ലാവരും സെയിം സാധനം ഒരു 100,000 സാധനങ്ങൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതേ സെയിം മെത്തഡോളജി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക, പോയിൻ്റ് കിട്ടുന്നു, അത് ടോക്കണായി മാറുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ നോട്ട് കോയിൻ അത് എങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോട്ട് കോയിൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്രിപ്റ്റോയിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയ വലിയ എക്സ്ചേഞ്ചുകളിൽ ബൈനാൻസ്, ഗേറ്റ്, OKX, ബൈബിറ്റ്, MEXC, സോ ഇത്തരത്തിലുള്ള എല്ലാ എക്സ്ചേഞ്ചിലും അതിൻ്റെ ടോക്കൺ ലിസ്റ്റഡായി. പക്ഷേ അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ടെലഗ്രാമിൻ്റെ സപ്പോർട്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ഇനി അടുത്തുനിന്ന് നോക്കുന്നത് ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് ഓർ വേറെ ഏത് ഗെയിമാണെങ്കിലും അത് അത്തരത്തിലുള്ള ഗെയിമുകളല്ല. അതിന് ഇത്ര സപ്പോർട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു വിജയമായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. വെറുതെ ഇതേപോലെ തന്നെയാണ് പൈക്കോയിൻ ഇതിനു മുമ്പുണ്ടായിരുന്നു. അത് വളരെ അധികം നെറ്റ്വർക്ക് എഫക്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു ഒരു സാധനമായിരുന്നു. എനിക്ക് പണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8 കൊല്ലം മുമ്പ് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ പൈക്കോയിൻ നല്ലതാണ്, മൈൻ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നും ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇന്നും അതിനൊരു ഉത്തരം വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെയുള്ള ഒരു സാധനമായിട്ട് മാറാനായിട്ട് ഹാംസ്റ്റർ കോമ്പാറ്റ് വളരെ സിമ്പിളായിട്ട് പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ യൂട്യൂബിൽ ഫോഴ്സ്ഫുള്ളായിട്ട് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ടെലഗ്രാമിൽ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്യിപ്പിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. പക്ഷേ ടെലഗ്രാമിൻ്റെ ഈ നോട്ട് കോയിനിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലഗ്രാമിൻ്റെ ആപ്സ് ഉണ്ടായിരിക്കും. സോ ആ ആപ്സാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. ഇത് ഇവരുടെ തന്നെ സോഷ്യൽസ് പ്രൊമോട്ട് ചെയ്യിപ്പിച്ച് ഇത് നോട്ട് കോയിൻ്റെ സക്സസ്സിനെ കണ്ടുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് കയറുന്നത്. അതായത് നോട്ട് കോയിനിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 40,000-40,000 രൂപ എനിക്കിപ്പോൾ കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കുറേ വെറുതെ ടാപ്പ് ചെയ്തിട്ട് ഒരു 40,000 രൂപ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലതാണ്.
അല്ലെങ്കിൽ അവർക്കൊരു ടിപ്പായിട്ട് കിട്ടുന്ന ഒരു എമൗണ്ടാണ്. പക്ഷേ ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇത് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ 100 പേരെയും ചേർത്തി എന്നിട്ടും കിട്ടുന്നില്ല. പക്ഷേ ഇതിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ കാശ് ചിലവൊന്നുമില്ല, നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഡാറ്റ അങ്ങനത്തെ ലീക്കേജോ കാര്യങ്ങളുണ്ടോയെന്നൊന്നും ഞാൻ തപ്പിയിട്ടില്ല. പക്ഷേ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്യുക. നിങ്ങളുടെ സ്പെയർ ആയിട്ടുള്ള ഫോൺ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യുക, മെയിൻ ഫോണിൽ ചെയ്യാതിരിക്കുക. പിന്നെ കൂടുതൽ ഹോപ്പ് വയ്ക്കാതിരിക്കുക. നിങ്ങളുടെ സമയമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊരു സ്കാം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറേ ആളുകൾ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് പറയാനും, ട്രസ്റ്റ് വാലറ്റും അതേപോലെ തന്നെ പലതരത്തിലുള്ള മാർക്കറ്റ് മേക്കേഴ്സും ഇതിനെ ഫോളോ ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സ്കാം ആണോ അല്ലെങ്കിൽ സ്കാം അല്ലയോ എന്നുള്ളതും കൂടി എനിക്ക് ക്ലിയർ ആയിട്ട് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നോക്കിയും കണ്ടു ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതെങ്കിലും റെഡ് ഫ്ലാഗ് കണ്ട് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ടോക്കൺ ലിസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. പക്ഷേ ഇത് നല്ലൊരു രീതിക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു വരാനുള്ള ചാൻസ് 99% ഇല്ല എൻ്റെ ഇപ്പോഴത്തെ ഇതിൽ. കാരണം ഇത് നോട്ട് കോയിൻ എന്ന് പറഞ്ഞത് വളരെയധികം സക്സസ് ആയി, എല്ലാ എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡായി. പക്ഷേ ഒരു എക്സ്ചേഞ്ചസും അതേ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് പിന്നെ വീണ്ടും ഒരെണ്ണത്തിനെ കയറ്റത്തില്ല. കാരണം ഈ ഫോളോവേഴ്സിനെ മൊത്തം നമ്മൾ എന്താ ചെയ്യുക, ബൈ ചെയ്യുന്നതാണ് നമ്മുടെ ടോക്കൺ കൊടുത്തിട്ട്, അല്ലേ? നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നോട്ട് കോയിൻ വന്നപ്പോൾ അത് യുണീക്കായിട്ട് ആദ്യം ചെയ്തൊരു പ്രൊജക്റ്റായിരുന്നു, ആദ്യം വന്നൊരു പ്രൊജക്റ്റായിരുന്നു. പക്ഷേ പിന്നീട് വന്നത് അങ്ങനത്തെ പ്രൊജക്ട്സ് ആയിരിക്കില്ല. കാരണം ഇതിനെ കണ്ട് ഫോളോ ചെയ്ത് വെറുതെ വരുന്ന പ്രൊജക്ട്സ് ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും യുണീക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. സോ അതൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. നോക്കിയും കണ്ട് കളിക്കാനായിട്ട് ശ്രമിക്കുക. അധികം പൈസ ചിലവാക്കുന്ന ഇതില്ല. പക്ഷേ നിങ്ങളുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളവർക്ക് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരിക്കലും ഞാനത് സക്സസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഒരു ഇതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ എൻ്റെ ഫോളോവേഴ്സിനും റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കുറേ പേര് തന്നെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ തന്നെ നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് പറഞ്ഞ് വരുന്ന കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.